ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് അഥവാ രാഷ്ട്രവും ഗവൺമെൻറ്റും. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പം ആ വേർഡ് തന്നെ നമ്മൾ ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്ത് പോകണം. ഇവിടെ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സോഷ്യൽ സയൻസിൽ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രം എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നിശ്ചിത സ്ഥലത്തിനെയാണ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ തമിഴ്നാട്, കേരളം, കർണാടക എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ചാപ്റ്ററിലെ മൊത്തം സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഇവിടെ ഒരു ഡയറി കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് ആൻ ഫ്രാങ്കിനെ ആണ്. ആൻ ഫ്രാങ്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ജർമ്മനിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത്. ഹിറ്റ്ലർ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ എന്ത് ചെയ്തു, അവർ ജൂതന്മാരായിരുന്നു, ജ്യൂസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹിറ്റ്ലർ ആ നാട്ടിൽ നിന്ന് ഓടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെയുള്ള ജൂതന്മാരെയൊക്കെ പിടിച്ചെടുക്കുകയും ഇങ്ങനെ കൊല്ലുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജൂതന്മാരൊക്കെ ഒളിവിൽ പോയി താമസിക്കും. അങ്ങനെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്കും അവളുടെ ഫാമിലിയും. അപ്പം അങ്ങനെ ഒളിവിൽ കഴിയണ സമയത്ത് അവൾ കുറേ ഡയറി കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആൻ ഫ്രാങ്കിൻ്റെ കുടുംബത്തെയും ഇങ്ങനെ ഹിറ്റ്ലറിൻ്റെ പടയാളികൾ വന്നിട്ട്, അവരെ നാസികൾ എന്നാണ് പറയുക, ഈ നാസി പടയാളികൾ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ജയിലിലടയ്ക്കുകയും അവിടെ വെച്ചിട്ട് അവൾ മരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹിറ്റ്ലറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ മരണശേഷം അവർക്ക് ഒന്ന് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പം ആണ് ഈ ഡയറി കുറിപ്പുകളൊക്കെ അവളുടെ പിതാവ് കണ്ടെടുക്കുകയും പിന്നീട് അത് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ക്ലാസ്സുകളിലായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കഥയൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ആൻ ഫ്രാങ്കിൻ്റെ ആ ഡയറി കുറിപ്പിലുള്ളത് എന്ന് പറയാം. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. We have discussed what each person would do first if they get a chance to go out. അപ്പോൾ ഇവർ കുറേ നാളുകളായിട്ട്, മാസങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ച് താമസിക്കുകയാണ്. പുറത്ത് അങ്ങനെ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ടെന്ന് പുറത്തുള്ള ഈ നാസികൾക്ക് അറിഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതറിയാതെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ പുറത്ത് പോകാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരും എന്ത് ചെയ്യും എന്ന് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തു എന്നാണ് അവളുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡാഡ് എന്താ പറഞ്ഞത്, ഡാഡ് വാണ്ട്സ് ടു ഗോ ഔട്ട് ആൻഡ് സീ മിസ്റ്റർ വോസൻ. അപ്പോൾ ഡാഡ്, അവളുടെ അച്ഛന് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരിക്കും ഒരു മിസ്റ്റർ വാൻസൺ എന്ന് പറയുന്ന ആളെ കാണണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ദെൻ പീറ്റർ വാണ്ട്സ് ടു ഗോ ടു ടൗൺ ആൻഡ് സീ എ മൂവി. അപ്പോൾ പീറ്റർ എന്ന് പറയുന്നത് അവരുടെ കൂടെ തന്നെ താമസിക്കുന്ന മറ്റൊരു പയ്യനാണ്. അപ്പോൾ അവൻ എന്താ ആഗ്രഹം, പുറത്ത് പോയിട്ട് സിറ്റിയിൽ പോയിട്ട് ഫ്രീ ആയിട്ട് സിറ്റിയിൽ പോയിട്ട് ഒരു സിനിമ കാണണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. കാരണം അവർക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ലല്ലോ. അതേപോലെ അവൾക്ക് എന്താണ് തോന്നിയത്, ആൻഡ് ഐ ഫൈൻഡ് ഫ്രീഡം ഇറ്റ് സെൽഫ് എ ഗ്രേറ്റ് ജോയ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയ ഒരു ഫ്രീഡം കിട്ടിയ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. സോ ഐ കാൺ തിങ്ക് ഓഫ് വാട്ട് ടു ഡു ബട്ട് ഐ നോ വൺ തിങ് ദാറ്റ് വാട്ട് ഐ ലൈക്ക് എബവ് എവറിത്തിങ് ഈസ് എ ഹൗസ് ഓഫ് അവർ ഓൺ ആൻഡ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അവൾക്ക് സ്വാതന്ത്ര്യം തന്നെയാണ് വലിയ സന്തോഷം. പിന്നെ അവൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് എന്താണ്, അവരുടെ വീട്ടിൽ താമസിക്കുക, അതേപോലെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ കഴിയുക. ദെൻ മൈ സ്കൂൾ ആൻഡ് മൈ സ്റ്റഡി, സ്കൂളിൽ പോവുക, പഠിക്കുക. പിന്നെ എന്താ അവൾ എഴുതിയിരിക്കുന്നത്, ഐ ലവ് മൈ കൺട്രി, ഐ ലവ് ദിസ് ലാംഗ്വേജ്, ഐ വിഷ് ടു ലീവ് ആൻഡ് വർക്ക് ഹിയർ. അപ്പോൾ ഈ ഹിറ്റ്ലറുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ രാജ്യം വിട്ട് വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവളുടെ ആഗ്രഹം എന്താണ്, അവൾക്ക് അവളുടെ രാജ്യത്ത് തന്നെ അവളുടെ ഭാഷ സംസാരിച്ചുകൊണ്ട് അവളുടെ രാജ്യത്ത് ജീവിച്ച് അവിടെ തന്നെ വളർന്ന് ജോലി ചെയ്ത് ജീവിക്കാനാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ ഇതൊക്കെയാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് അന്നത്തെ കാലത്തെ ഒരു ആൾക്കാരുടെ അവസ്ഥയും അവരെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഒരു ഇതെങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനെ ബേസ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ദ എബോവ് ലൈൻസ് വർ റിട്ടൺ ബൈ ആൻ ഫ്രാങ്ക് ഇൻ ഹെർ ബിലൗഡ് ഡയറി നെയ്മഡ് കിറ്റി. സോ അവളുടെ ഡയറിക്ക് ഇട്ടിരിക്കുന്ന പേരായിരുന്നു കിറ്റി എന്ന് കേട്ടോ.
അപ്പോൾ അത് അവളുടെ ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിയർ കിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡയറി സ്റ്റാർട്ട് ചെയ്യുക. She had to lead a life hiding in a small confined room in her own country because of Hitler's military attack. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ രാജ്യത്ത് തന്നെ അവളുടെ സ്വന്തം രാജ്യത്ത് ഒരു ചെറിയ സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നു, ബിക്കോസ് ഹിറ്റ്ലറുടെ മിലിറ്ററിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മുടെ രാജ്യത്ത് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാൻ പറ്റാതെ ആരും കാണാതെ ഒളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? സോ അതായിരുന്നു അവളുടെ അവസ്ഥ എന്നുള്ളത്. ഹിയർ വാട്ട് ഓൾ ഡസ് ആൻ ഫ്രാങ്ക് വിഷ് ഫോർ. അപ്പോൾ ആ ഡയറി കുറിപ്പിൽ അവളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ? ടു ലീഡ് എ ലൈഫ് ഓഫ് ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? ആ ഡയറി കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ടു ഹാവ് ഹെർ ഓൺ ഹൗസ്, ഒരു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിരിക്കുക. പിന്നെ ടു ഗോ ടു സ്കൂൾ ആൻഡ് സ്റ്റഡി, സ്കൂളിൽ പോവുക, പഠിക്കുക. ടു ലീവ് ആൻഡ് വർക്ക് ഇൻ ഹെർ കൺട്രി, അവളുടെ രാജ്യത്ത് തന്നെ ജോലി ചെയ്ത് ജീവിക്കുക. ദെൻ ടു ട്രാവൽ ഫ്രീലി, എല്ലായിടത്തും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ അവളുടെ ആഗ്രഹങ്ങളായിരുന്നു. വാട്ട് ആൾ ഡസ് അവർ നേറ്റീവ് ലാൻഡ് ഗ്യാരണ്ടി അസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കൂ, നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇതൊക്കെ പോസിബിൾ അല്ലേ? ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഇതിനൊന്നും നമ്മൾക്ക് ആരും തടസ്സം നിൽക്കില്ല അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ എവിടെ സഞ്ചരിക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. സ്കൂളിൽ പോകാൻ, പഠിക്കാൻ, നമുക്ക് ജോലി ചെയ്യാൻ, ഇതിനൊന്നും ആരും നമ്മളെ തടയുന്നില്ല. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പം ഇതിന് പറ്റാത്ത ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, സ്റ്റേറ്റ് ആൻഡ് പീപ്പിൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്വാതന്ത്ര്യങ്ങളെല്ലാം നമ്മൾക്ക് അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിന് കഴിയുന്നത് നമ്മളൊരു സെക്യുലർ ആയിട്ടുള്ള, നമ്മളൊരു സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ, ഒരു രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനുള്ള പ്രൊവിഷൻസ് എല്ലാം നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാഷ്ട്രം നമുക്ക് നൽകുന്നു. സ്റ്റേറ്റ് ആൻഡ് പീപ്പിൾ നമുക്ക് അവിടെ കുറച്ച് ന്യൂസുകൾ കൊടുത്തിട്ടുണ്ട്. COVID-19 India declares that the state is all set to face any situation. Food price hike, state to adopt immediate steps to increase production. Republic Day celebration, India tightens security along the borders. Then state health insurance card to be insured for all across the country. Then solution for energy crisis faced by people. New solar energy plants to be dedicated to the nation today. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ ജനങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ COVID-19 വന്നപ്പം നമ്മളെല്ലാം മുൻകരുതലുകൾ എടുത്തിരിക്കുകയാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ഫുഡ് പ്രൈസ് ഹൈക്ക്, ഭക്ഷ്യ വില കൂടുമ്പോൾ എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള നടപടികൾ എടുക്കുന്നു. അതുപോലെ എനർജി ക്രൈസിസ് വരുമ്പോൾ സോളാർ എനർജി പ്ലാന്റുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് കാർഡുകൾ കൊടുക്കുന്നു. പിന്നെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ നടത്തുമ്പം സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യുന്നു. അതായത് റിപ്പബ്ലിക് ഡേ ഒക്കെ നടത്തുമ്പം എന്ത് ചെയ്യാം, എന്തെങ്കിലും അറ്റാക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യം അതിന് സെറ്റാകുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് നമുക്ക് നൽകുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ കൊളാഷ് ഗിവൺ എബോവ്. ഹിയർ ഹൂ ഫുൾഫിൽസ് ദ ഡിമാൻഡ് ഓഫ് ദ പീപ്പിൾ ആൻഡ് എൻഷുർ ദെയർ സെക്യൂരിറ്റി. ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? സ്റ്റേറ്റ് ആണ് അല്ലേ? വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ടു ദ പീപ്പിൾ. ഇനി എന്തെല്ലാം സർവീസുകളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സ്റ്റേറ്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. അതേപോലെ നമുക്ക് എന്തൊക്കെ പറയാം? പ്രൊവൈഡിങ് എസെൻഷ്യൽ സർവീസസ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ റോഡാണെങ്കിലും വെള്ളമാണെങ്കിലും കറണ്ടാണെങ്കിലും അങ്ങനെ നമുക്ക് എസെൻഷ്യലായി വേണ്ട അത്യാവശ്യ സാധനങ്ങളും സർവീസുകളും എല്ലാം നൽകുന്നു. പിന്നെ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ. നമ്മുടെ രാജ്യത്തെ നിയമവും അതുപോലെ സമാധാനവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റാണ്. അതുപോലെ പ്രൊമോട്ടിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽബീയിങ്. നമ്മുടെ എല്ലാവരുടെയും സോഷ്യലായിട്ടും ഉള്ള ജീവിതത്തെ നന്നായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നു. ഇതൊക്കെ ആരുടെ ഒരു കാര്യങ്ങളാണ്? ആര് ചെയ്തു തരുന്ന കാര്യങ്ങളാണ്? സ്റ്റേറ്റ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
It is the state that enables an environment for the people to live with ലിബേർട്ടി, ഡിഗ്നിറ്റി ആൻഡ് വിത്തൗട്ട് ഫിയർ. അപ്പോൾ സ്റ്റേറ്റ് ആണ് നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യം ഒരുക്കി തരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി, അഭിമാനത്തോടു കൂടി, അതേപോലെ തന്നെ പേടിയില്ലാതെ ജീവിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ആണ്. ഇനി എന്താണ് സ്റ്റേറ്റ്? സ്റ്റേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ സംസ്ഥാനം എന്നുള്ള ഒരു മൈൻഡിൽ വെച്ചിട്ട് നോക്കരുത്. സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബൈ ദ പീപ്പിൾ. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അത് ആരാണത് ഉണ്ടാക്കിയിരിക്കുന്നത്? ജനങ്ങളാണ്. ജനങ്ങളാൽ നിർമ്മിതമായ ഏറ്റവും ഒരു ഹയസ്റ്റ് ഉന്നതമായിട്ടുള്ള ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് പെർമനൻ്റ്ലി വിത്തിൻ എ ഡെഫിനിറ്റ് ടെറിട്ടറി വിത്ത് എ സൊവേറിയൻ ഗവൺമെൻറ് ഇസ് എ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു കൂട്ടം ആൾക്കാർ. ആ ഒരു കൂട്ടം എന്ന് പറയുന്നതിന് ഇത്ര കണക്കൊന്നുമില്ല. ചില സ്റ്റേറ്റിൽ, അതായത് ചില രാഷ്ട്രത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് ചില രാഷ്ട്രങ്ങളിൽ ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഒരു ഡെഫിനിറ്റ് നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദെൻ അവരെങ്ങനെ എവിടെ ജീവിക്കുന്നു? ഒരു ഡെഫിനിറ്റ് ടെറിട്ടറി ഉണ്ട് അല്ലേ? ഇപ്പം നമ്മുടെ ഇന്ത്യക്ക് ഒരു അതിർത്തി ഉണ്ട്. ആ അതിർത്തിയുടെ അപ്പുറത്ത് പോയി ജീവിച്ചിട്ട് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാവുന്ന പല പ്രശ്നങ്ങളും അതിർത്തിയുടെ പേരിലൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ഒരു ടെറിട്ടറി കൊടുത്തിട്ടുണ്ട്, ഇത്ര സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഡെഫിനിറ്റ് ടെറിട്ടറിയിൽ ജീവിക്കുന്നു. ദെൻ അവരെ ഭരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ഒരു സൊവേറിയൻ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. പരമാധികാരങ്ങളുള്ള, എല്ലാ അധികാരങ്ങളും ഉള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത്, ഒരു ടെറിട്ടറിയുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? അതൊരു സ്റ്റേറ്റ് ആവുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ഒരു ഗവൺമെൻറ് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് സ്ഥലമുണ്ട്, പിന്നെ ആൾക്കാരും ഉണ്ട്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് എന്ത് വരുന്നുള്ളൂ? ഒരു സ്റ്റേറ്റ് ആകുന്നുള്ളൂ. ദെൻ അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. നോക്കൂ, പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സൊവറിനിറ്റി ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോം എ സ്റ്റേറ്റ്. എന്തൊക്കെ വരുന്നുണ്ട്? പോപ്പുലേഷൻ, ജനം വേണം, ടെറിട്ടറി, സ്ഥലം വേണം, ഗവൺമെൻറ് വേണം, പിന്നെ ആ ഗവൺമെൻറ്റിന് എന്ത് വേണം? പരമാധികാര, സൊവറിനിറ്റിയും വേണം. അപ്പോഴാണ് അതൊരു സ്റ്റേറ്റ് ആയിട്ട് മാറുന്നുള്ളൂ. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ടു മേക്ക് ലോസ് ടു ഇൻഷുർ ദ വെൽഫെയർ ഓഫ് ഇറ്റ്സ് പീപ്പിൾ. അപ്പോൾ ആ ഗവൺമെൻറ് എന്തുണ്ടാക്കിയിരിക്കണം? കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ജനങ്ങളുടെ സുഗമമായ ജീവിതത്തിന് വേണ്ടിയിട്ട് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അതുപോലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. മോർ ഓവർ ഇറ്റ് ഡിഫൈൻസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പീപ്പിൾ ടുവേർഡ്സ് ദ സ്റ്റേറ്റ്. ഇനി അത് മാത്രമല്ല, ജനങ്ങൾക്ക് എന്തുണ്ട്? ജനങ്ങൾക്ക് രാഷ്ട്രത്തോടും ചില കടമകളുണ്ട്. അതിനെക്കുറിച്ചും അവെയർ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റ് വന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വായിക്കാൻ. ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡീനെയാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുക. അത് സോഷ്യൽ സയൻസിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. നിങ്ങൾ ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ടാവും. ഇറ്റ് വാസ് ഇൻ ആൻഷ്യൻ ഗ്രീസ് വേർ ദ സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ഫസ്റ്റ്. ഗ്രീസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതിനെക്കുറിച്ച് പഠിക്കാൻ. ദ സിറ്റി സ്റ്റേറ്റ്സ് വേർ ദ ബേസിസ് ഓഫ് ദ സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ്സ്. നഗരരാഷ്ട്രങ്ങളെ എന്നാണ് സിറ്റി സ്റ്റേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗ്രീക്ക് തിങ്കേഴ്സ് ലൈക്ക്, അപ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസിൽ മെയിനായിട്ട് വരുന്ന ആൾക്കാരാണ് സോക്രട്ടീസ്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. അവരാണ് ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡി, രാഷ്ട്രം എന്താണ്, അതെങ്ങനെയാണ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ദെൻ അരിസ്റ്റോട്ടിലിനെയാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ആദ്യം ഈ പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അതേപോലെ അദ്ദേഹത്തിന് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് പൊളിറ്റിക്സ് എന്നുള്ള പേരിൽ. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റേറ്റ് എന്നുള്ള വാക്ക് വന്നത് എവിടുന്നാന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഗ്രീക്കുകാർ സിറ്റി സ്റ്റേറ്റ്സിനെ പോലീസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രീക്കിൽ. പിന്നെ റോമൻസ് സിവിറ്റാസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരുന്നു. ഇറ്റാലിയൻ ഫിലോസഫറായിട്ടുള്ള നിക്കോള മാക്കവെല്ലി ആണ് സ്റ്റേറ്റ് എന്നുള്ള ടേം ഉപയോഗിച്ചത്.
The English word state came into existence from the term status, which was popular among Teutons, the ancient tribes in Germany. അപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള വന്ന ഒരു വാക്കാണ് സ്റ്റേറ്റസ് എന്നുള്ളത്. അതിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായത്. ആൻഡ് അത് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു അർത്ഥത്തിൽ ആദ്യം ഉപയോഗിച്ചത് നിക്കോള മാക്കിവെല്ലിയാണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്റ്റേറ്റിൻ്റെ നമ്മളൊരു 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് വേണം? പോപ്പുലേഷൻ വേണം, ടെറിട്ടറി വേണം, ഗവൺമെൻറ് വേണം, സോവറിനിറ്റി വേണം. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പോപ്പുലേഷൻ. Look at the pictures given above. Which one of these can be considered a school in the complete sense of the term? ഈ 2 പിക്ചർ നമുക്ക് കാണുമ്പം ഏതാണ് നമുക്കൊരു സ്കൂളാണെന്നൊരു ഫീല് നമുക്ക് ഉണ്ടാകുന്നത് ഏത് പിക്ചർ കാണുമ്പോഴാണ്? ഡെഫിനറ്റ്ലി അത് സെക്കൻഡ് പിക്ചർ ആയിരിക്കും അല്ലേ. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു സ്കൂളാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ, പക്ഷേ അതിനെന്തില്ല, ഒരു ലൈഫില്ല, ഒരു ജീവനില്ല, ഒരു ബിൽഡിങ് മാത്രമാണ് അതൊരു സ്കൂളാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഈ പറഞ്ഞതുപോലെ കുട്ടികൾ വേണം, ചിൽഡ്രൻ, ടീച്ചേഴ്സ്, സ്റ്റാഫ് എലോങ് വിത്ത് അതർ ഫെസിലിറ്റീസ് എല്ലാം കൂടി ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുള്ളൂ? അതൊരു സ്കൂളായിട്ട് മാറുള്ളൂ. ദ കൺസെപ്റ്റ് ഓഫ് സ്കൂൾ ബിക്കംസ് കംപ്ലീറ്റ് വെൻ ദേ വർക്ക് ടുഗെദർ ഹാർമോണസ്ലി ആൻഡ് ആക്റ്റീവ്ലി. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് പോയാൽ മാത്രമാണ് അതൊരു സ്കൂളായിട്ട് മാറുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാര്യവും. ദ സ്റ്റേറ്റ് ഈസ് ഓൾസോ ലൈക്ക് ദിസ്. Without people, state cannot exist. But the number of people required to form a state has not been fixed. The population of a state can include people belonging to different religion, class and color. People become a part of a state when they stay together with a mutual dependence, common interest and collective consciousness. അതായത് ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ജനങ്ങളില്ലാതെ സ്റ്റേറ്റ് ഇല്ല. അതേപോലെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ഇത്രയും ജനങ്ങളെ പാടുള്ളൂ എന്നുള്ളതൊരു നിശ്ചിത നമ്പർ, കണക്കൊന്നുമില്ല അതിന്. അതേപോലെ തന്നെ ഒരു രാജ്യത്തെ ഒരു സ്റ്റേറ്റിലെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പല റിലീജിയണിലുള്ള പല സോഷ്യൽ സെറ്റപ്പിലുള്ള പല കളറിലുള്ള ഒക്കെ ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ഒരു രാജ്യം ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യയുടെ കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം എത്ര തരത്തിലുള്ള ആൾക്കാരാണ് ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്നത്. അവരെല്ലാം ഈക്വലാണ് നമ്മുടെ സ്റ്റേറ്റിൽ അല്ലേ. ദെൻ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വെൻ ദേ സ്റ്റേ ടുഗെദർ വിത്ത് മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, അവർ ഒരുമിച്ച് പരസ്പര സഹകരണത്തോടു കൂടി ഒരു ഗ്രൂപ്പായിട്ട് ജീവിച്ചാൽ മാത്രമാണ് രാഷ്ട്രത്തിന് മുന്നേറാൻ പറ്റുള്ളൂ, സ്റ്റേറ്റിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ ഇനി 2 ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ കൺട്രി വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ. ഇപ്പോൾ നിലവിലെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അത് ഇന്ത്യ തന്നെയാണ്. ദെൻ ചൈനയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇന്ത്യ അതിനെ ഓവർകം ചെയ്ത് ഫസ്റ്റ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ ലോവസ്റ്റ് പോപ്പുലേഷൻ, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റിയാണ്. നമ്മുടെ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യവും വത്തിക്കാൻ സിറ്റിയാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും പോപ്പുലേഷൻ കുറവുള്ളത്. ഇനി ഒരു വർക്ക്ഷീറ്റും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സ്മൈലി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ട്രൂ ഏതാണ് ഫോൾസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ, ദ റിക്വയർഡ് പോപ്പുലേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഹാസ് ബീൻ ഫിക്സഡ് ആസ് 1 lakh. അതായത് ഒരു സ്റ്റേറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം ആൾക്കാർ വേണമെന്ന് ഫിക്സഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെന്താണ്? അത് ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ ഈ കോളത്തിലാണ് സ്മൈലി വരേണ്ടത്. ദെൻ പീപ്പിൾ ബിലോങ്ങിങ് to different region people belonging to different religion and class can be part of the population of a state. അല്ലേ, ഒരു സ്റ്റേറ്റിൽ പല റിലീജിയനിലുള്ള ആൾക്കാരുണ്ടാവും എന്നുള്ളത് എന്താണ്? കറക്റ്റാണ്. ദ സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ പീപ്പിൾ. അതും എന്താണ്? ട്രൂ ആണ്. ഏറ്റവും ഉന്നതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. സോ ലാസ്റ്റ് വൺ, എ സ്റ്റേറ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് പീപ്പിൾ. ഒരു രാഷ്ട്രത്തിന് പീപ്പിൾ ഇല്ലാതെ, ആൾക്കാരില്ലാതെ നിലനിൽക്കാൻ പറ്റുന്നതാണ്. അതെന്താണ്? റോങ് ആണ്.
ജനങ്ങളും കൂടി പോപ്പുലേഷനും കൂടി വരുമ്പോഴാണ് അതൊരു സ്റ്റേറ്റ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുന്ന സെൻറ്റൻസുകൾ തന്നെയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദെൻ അടുത്ത ടോപ്പിക്ക് ടെറിട്ടറി. ഇപ്പോൾ നമ്മൾ പോപ്പുലേഷൻ പറഞ്ഞു, ഇനി അടുത്തത് ടെറിട്ടറി. സോ 2 പിക്ചർ അതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതൊരു മാപ്പാണ്, വേൾഡ് മാപ്പാണ്. അതിൽ സൗത്ത് സുഡാൻ്റെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് സൗത്ത് സുഡാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കുറച്ചും കൂടി എൻലാർജ്ഡ് ആയിട്ടുള്ള മാപ്പാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. സൗത്ത് സുഡാൻ്റെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ദ മാപ്പ് ഓഫ് സൗത്ത് സുഡാൻ ദാറ്റ് വാസ് ഫോംഡ് ഇൻ 2011. അപ്പോൾ 2011 ഈ രാജ്യം നിലവിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇൻ വിച്ച് കോണ്ടിനെൻറ്റ് ഇസ് സൗത്ത് സുഡാൻ സിറ്റുവേറ്റഡ്? ഏത് കോണ്ടിനെൻറ്റിലാണ്? അപ്പോൾ ഇതാണ് ആ കോണ്ടിനെൻറ്റ് അല്ലേ. അത് ഏത് കോണ്ടിനെൻ്റാണ്? അത് ആഫ്രിക്കയാണ്. ദെൻ വിച്ച് റിവർ എൻറിച്ചസ് ദിസ് കൺട്രി വിത്ത് വാട്ടർ? അപ്പോൾ ഈ രാജ്യത്തിന് പ്രധാനപ്പെട്ട ഒരു വെള്ളത്തിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്? നൈൽ റിവറാണ്. നമുക്കിത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അത് നൈൽ റിവറാണ്. പിന്നെ അതിൻ്റെ ബൗണ്ടറീസ് ചോദിച്ചിട്ടുണ്ട്, ബോർഡേഴ്സ്. അതായത് നോർത്ത് ഭാഗത്ത്, സൗത്ത് സുഡാൻ്റെ നോർത്ത് ഭാഗത്ത് ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്, സൗത്തിൽ ഏതാണ്, ഈസ്റ്റ് വെസ്റ്റ് അത് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ നമുക്കിങ്ങനെ ഡയറക്ഷൻസ് കാണാൻ പറ്റും. കണ്ടോ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ മോൾ ഭാഗമാണ് നോർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് സുഡാൻ്റെ നോർത്ത് ഭാഗത്ത് ഏതാണ്, സൗത്തിൽ ഏതാണ്, വെസ്റ്റിൽ ഏതാണ്, ഈസ്റ്റിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്നാണ്. അത് നമുക്കിത് തന്നെ നോക്കിയിട്ട് എഴുതാം. ഏതൊക്കെയാണ് വരിക നോക്കൂ. അപ്പോൾ നോർത്ത് റീജിയണിൽ വരുന്നത് ഏത് തന്നെയാണ്? സുഡാൻ തന്നെയാണ് വരുന്നത്. പിന്നെ സൗത്തിൽ നമുക്ക് 2-3 രാജ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കാണാം, പിന്നെ ഉഗാണ്ട ഉണ്ട്, കെനിയ ഉണ്ട്. ഇതൊക്കെ ഒരു സൗത്ത് റീജിയണിലായിട്ടാണ് വരുന്നത്. പിന്നെ ഈസ്റ്റിൽ നമുക്ക് എത്യോപ്യ ഉണ്ട്, വെസ്റ്റിലാണെങ്കിൽ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്. ഈ രാജ്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെറിട്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ബൗണ്ടറീസ് ഒക്കെ പറയുന്നത് കേട്ടോ. നോക്കൂ, സൗത്ത് സുഡാൻ ഈസ് എ കൺട്രി ദാറ്റ് വാസ് ഫോംഡ് ഫ്രം 10 സദേൺ സ്റ്റേറ്റ്സ് ലിബറേറ്റഡ് ഫ്രം സുഡാൻ. അപ്പോൾ ആദ്യം ഈ സുഡാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിൽ നിന്ന് ഒരു 10 സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റുകൾ കൂടി ചേർന്നിട്ട് പുതിയതായി ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് എന്താണ് സൗത്ത് സുഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഡാൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കൺട്രി ആയിരുന്നു സുഡാൻ. അതിൽ നിന്ന് ഒരു 10 സംസ്ഥാനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അവർ പുതിയൊരു രാജ്യമാക്കി മാറ്റി. അപ്പോൾ അതിനെയാണ് സൗത്ത് സുഡാൻ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു കൃത്യമായ ബൗണ്ടറി വെച്ചിട്ടാണ് അവർ എന്തുണ്ടാക്കിയിരിക്കുന്നത്, പുതിയൊരു രാജ്യം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ടെറിട്ടറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇവിടെ പറയുന്ന ഈ സദേൺ സ്റ്റേറ്റ്സിൽ പറയുന്ന ഈ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. സൗത്ത് റീജിയനിലുള്ള സ്റ്റേറ്റുകൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. For the existence of a state, a permanent and well-defined territory is essential, but the area of territory for the formation of a state has not been specified. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഒരു ബൗണ്ടറി ഉള്ള ഒരു സ്ഥലം, ഒരു പ്രദേശം ആവശ്യമുണ്ട്. പക്ഷേ അതിന് ഇത്ര ഏരിയ വേണമെന്നുള്ളതും എവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരുപാട് വിസ്തീർണമുള്ള, ഒരുപാട് ഏരിയ ഉള്ള രാജ്യങ്ങളുണ്ട്, അതേപോലെ വളരെ ചെറിയ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാമല്ലോ, സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, വലിയ സംസ്ഥാനങ്ങളുണ്ട്, വളരെ ചെറിയ, ഗോവയൊക്കെ പോലെയുള്ള വളരെ ചെറിയ സംസ്ഥാനങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റിൻ്റെ ഏരിയയുടെ, ടെറിട്ടറിയുടെ കാര്യം പറയുമ്പോഴും. ദ ലാൻഡ് ഏരിയ, ദ വാട്ടർ ബോഡീസ്, the airspace and coastal areas of a country come under the jurisdiction of that territory. ഇനി നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ഥലം, ആ ഒരു കരഭാഗം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ടെറിട്ടറി എന്ന് പറയുമ്പം ഇന്ത്യയുടെ ബോർഡർ ലൈൻ, അതിൻ്റെ മുകളിലേക്കുള്ള എന്താ പറയുക, നമ്മൾ ആകാശം, പിന്നെ നമ്മുടെ ഇത്രയും ഏരിയയിലുള്ള കടൽ,
ഈ സിയുടെ ആ ഒരു ബൗണ്ടറി, സിയിലൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഇത്ര ഭാഗം നമ്മുടെ ജൂറിസ്ഡിക്ഷൻ, നമ്മുടെ ഇതിൽ പരിധിയിൽ വരുന്ന കടലാണ്. അപ്പോൾ അതാണ് പുറത്തുനിന്ന് ആരെങ്കിലും അതിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ റെസ്പോൺസിബിളാണ്, നമുക്കതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതല്ലേ നമ്മുടെ തീരത്ത് കപ്പലും ഒക്കെ വന്നിട്ട് പൊട്ടിത്തെറിക്കുമ്പോഴോ അല്ലെങ്കിൽ കപ്പൽ മറിയുമ്പോഴോ ഒക്കെ നമുക്ക് നഷ്ടപരിഹാരത്തിനൊക്കെ വേണ്ടി നമ്മൾ കേസ് നടത്തുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ കടലാണ്. അത് വേറെ ആൾക്കാർ വന്നിട്ട് മലിനപ്പെടുത്തുമ്പോൾ നമുക്കതിന് നഷ്ടപരിഹാരം തരേണ്ടി വരും. അപ്പോൾ നമ്മൾ ടെറിട്ടറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അത്രയും ഭാഗം, കരഭാഗം മാത്രമല്ല, അതിൻ്റെ മുകളിലുള്ള അതിലുള്ള വെള്ളം, വായു, അതേപോലെ കടൽ, ഇതൊക്കെ എന്തിൽ വരണതാണ്? നമ്മുടെ ഈ ഒരു ടെറിട്ടറിയുടെ ഉള്ളിൽ വരണതാണ്. ഇനി നോക്കൂ, ഈ മാപ്പ് വെച്ചിട്ട് ബിഗ്ഗസ്റ്റ് കൺട്രിയും സ്മോളസ്റ്റ് കൺട്രിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈസി ആണല്ലേ? ബിഗ്ഗസ്റ്റ് കൺട്രി ഏതാണ്? അത് റഷ്യയാണ്. ഏറ്റവും കൂടുതൽ ഏരിയ കൂടുതലുള്ളത് റഷ്യക്കാണ്, ബിഗ്ഗസ്റ്റ് ആണ്. ഇനി സ്മോളസ്റ്റ് ആണെങ്കിൽ അത് വത്തിക്കാൻ സിറ്റിയാണ്. വത്തിക്കാൻ സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. വത്തിക്കാൻ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലാണ് ആ രാജ്യം ഇരിക്കുന്നത്. അപ്പോൾ അത് വളരെ ചെറിയൊരു ഏരിയയാണ്. അപ്പോൾ അതാണ് ഏറ്റവും സ്മോളസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ പ്ലേഡ് ബൈ ദ ടെറിട്ടറി ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിൽ ടെറിട്ടറിയുടെ റോൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് പോയിന്റുകൾ നമുക്കതിൽ എഴുതാം. നോക്കൂ, റോൾ ഓഫ് ടെറിട്ടറി ഇൻ സ്റ്റേറ്റ് ഫോർമേഷൻ എന്തൊക്കെയാണ്? ഡിഫൈൻഡ് ബൗണ്ടറീസ് ഉണ്ടാകുന്നു. ടെറിട്ടറി നമ്മൾ വെക്കുമ്പോൾ അവിടെ കൃത്യമായ അതിരുകൾ നമുക്ക് വെക്കാൻ പറ്റും. അല്ലാതെ ഏകദേശം ഒരു ഇത്ര ആയിരിക്കാം അല്ലെങ്കിൽ ഏകദേശം ഇത്ര ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കൃത്യമായിട്ടൊരു ബൗണ്ടറി വെക്കാൻ. ബൗണ്ടറി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബൗണ്ടറി സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറരുത്, വേറെ ആരെങ്കിലും അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായ ബൗണ്ടറി വേണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടെറിട്ടറി പ്രൊവൈഡ്സ് ഡിഫൈൻഡ് ഏരിയ വിത്തിൻ വിച്ച് ദ സ്റ്റേറ്റ് എക്സസൈസ് ഇറ്റ്സ് അതോറിറ്റി ആൻഡ് ജൂറിസ്ഡിക്ഷൻ. നമ്മുടെ അധികാര പരിധിയിലുള്ള ഒരു കൃത്യമായ ബൗണ്ടറി ഉണ്ടാവും. ദെൻ സോവറിനിറ്റി, അതായത് നമുക്ക് അവിടെ എന്തുണ്ടാവും? പരമാധികാരം ഉണ്ടാകും. ഒരു കൃത്യമായ ഒരു ടെറിട്ടറി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടെ ആ പരമാധികാരം കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ പോയിട്ട് നമ്മുടെ പരമാധികാരം കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ബൗണ്ടറി കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും പറയാനുള്ള അവകാശമില്ല, അല്ലേ? അവർ നമ്മുടെ അതിർത്തിയിൽ കയറാതിരിക്കുന്നിടത്തോളം നമുക്ക് അവരൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ അധികാരം കാണിക്കാനോ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പരമാധികാരം ഡിഫൈൻ ചെയ്യുന്നതിനും ഈ ടെറിട്ടറി അത്യാവശ്യമാണ്. പിന്നെ പോപ്പുലേഷൻ, ടെറിട്ടറി പ്രൊവൈഡ്സ് എ സ്പേസ് ഫോർ ദ പോപ്പുലേഷൻ ടു ലീവ്, വർക്ക്, ഇൻട്രാക്ട്, ഫോസ്റ്ററിങ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഷെയർഡ് ഐഡൻറ്റിറ്റി. അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുണ്ടല്ലോ, നമ്മുടെ പോപ്പുലേഷന് ജീവിക്കാൻ സ്ഥലം വേണം, ജോലി ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായൊരു ടെറിട്ടറി ഉണ്ടെങ്കിലല്ലേ അവിടെ നമ്മുടെ ജനങ്ങളെ നമുക്ക് പാർപ്പിക്കാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടും എന്താവശ്യമുണ്ട്? ടെറിട്ടറി ആവശ്യമുണ്ട്. പിന്നെയോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദെൻ നമുക്ക് റിസോഴ്സുകൾ വേണം, അല്ലേ? നമുക്ക് എന്ത് ആവശ്യമുണ്ട്? റിസോഴ്സ് ആവശ്യമുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക് ഓപ്പർച്യൂണിറ്റി. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കൃഷി ചെയ്യണം, നമുക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കണം, നമുക്ക് ഫാക്ടറികൾ ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും. നമുക്ക് അണക്കെട്ടുകൾ വേണം, നമുക്ക് വെള്ളം വേണം, എല്ലാം വേണം. അപ്പോൾ അതിനൊക്കെ എന്താവശ്യമുണ്ട്? സ്ഥലം ആവശ്യമുണ്ട്. അതൊക്കെ ഈ ടെറിട്ടറി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ്. നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒരു സ്ഥലം വേണം, കുറേ വാല്യൂസ് വേണം, അല്ലേ? ഒരു കൾച്ചർ വേണം, ഇതൊക്കെ വേണം, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിലും ടെറിട്ടറി ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് ഭാഗങ്ങളും കൂടി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.